എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്ന് എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ കൈലാസ്, ഇന്നലെ നമ്മൾ കണ്ടതുപോലെ കൈലാസ് ഇഷിതയെ മുഴുവൻ കുറ്റം പറയുകയാണ്. ഇഷിതയാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ഇഷിത വളരെ മോശമായ രീതിയിൽ അവളുടെ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ കൈലാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം വിശ്വസിച്ച് മഞ്ജുമയും സ്വപ്നവല്ലിയും അവർ ഇഷിതയ്ക്ക് ഒന്നും പറയാൻ അവസരവും കൊടുക്കുന്നില്ല. കൈലാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇഷിതയ്ക്കാണ് നല്ല ദേഷ്യം വരുന്നത്. ഇഷിതയെ ഭയങ്കര മോശമായിട്ട് പറയുമ്പോൾ ഇഷിത പെട്ടെന്ന് തന്നെ മഞ്ജിമയെ മാറ്റി കൈലാസിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരടി അങ്ങ് കൊടുക്കുകയാണ്, കവളത്ത് തന്നെ നന്നായിട്ട് കൊടുക്കുകയാണ്. അപ്പോഴും ആരും ഒന്നും പറയുന്നൊന്നുമില്ല. അപ്പം മഞ്ജിമ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ എന്തിനു തല്ലിയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ മഞ്ജിമ ഇഷിതയെ തല്ലാൻ വേണ്ടി കൈ പൊക്കുമ്പോൾ ഇഷിത കൈ തട്ടി മാറ്റും. എന്നെ തല്ലാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്നുള്ള കാര്യമൊക്കെ പറയും. ആരാണ് ഇവിടെ തെറ്റ് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ഭർത്താവിനെ മോഹിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഇത്രയും വൃത്തികെട്ട ഒരാളെ മോഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള കാര്യം ഇഷിത അങ്ങ് പറയുകയാണ്. അപ്പോൾ അമ്മയ്ക്കും മഞ്ജിമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് ഇഷിത അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നു, ഇത് മഹേഷിൻ്റെ അടുത്ത് നമുക്ക് പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, അവളും അത് പറയത്തില്ല, അതുകൊണ്ട് ഇത് ആരെ അറിയിക്കേണ്ട എന്നുള്ള രീതിയിൽ സ്വപ്നവല്ലി പറയുകയാണ്. എന്നിട്ട് പറയുന്നു എനിക്ക് തല കറങ്ങുന്നു, ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് പറയുന്നു, റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ സ്വപ്നവല്ലി അകത്തേക്ക് പോകുന്നു. അപ്പം മഞ്ജിമയാണെങ്കിൽ കൈലാസിനെ വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട്. മഞ്ജിമയ്ക്ക് എന്തോ കത്തുന്നുണ്ട്, ഇവൻ തന്നെയാണ് തെറ്റ് ചെയ്തതെന്നുള്ളത്. പക്ഷെ ഒന്നും പറയാനും പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് രചനയും മഹേഷിനെയാണ്. രചന തലകറങ്ങി വീണ് അവിടെ കിടക്കുകയാണല്ലോ. അപ്പോൾ ഡോക്ടർ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിന് പോകാനും പറ്റാത്ത അവസ്ഥയാവുന്നു. അപ്പോൾ രചന പറയുന്നു മഹേഷ് പോയിക്കോളൂ, വെയിറ്റ് ചെയ്യണ്ട. അപ്പം മഹേഷ് പറയുന്നു എൻ്റെ ഭർത്താവ് വരട്ടെ എന്നിട്ട് പോകാൻ, ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ, 4 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ മെഡിസിനൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് രചനയോട് പറയുന്നു എന്നോട് ഇഷ്ടമുള്ളതൊന്നും കൊണ്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്, ഒരു മനുഷ്യത്വപരമായിട്ടുള്ള രീതിയിലാണ് ചെയ്തത്. വഴിയിൽ ആരെങ്കിലും ഇതുപോലെ കിടന്നാൽ ഞാൻ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അവരെ ശുശ്രൂഷിക്കും, അങ്ങനെ കണ്ടാൽ മാത്രം മതിയെന്ന് പറയുന്നു. അപ്പം രചനയ്ക്ക് പെട്ടെന്ന് ബോധോദയമൊക്കെ വരികയാണ്. ഞാൻ ഇങ്ങനെ ഒരാളെയാണല്ലോ കളഞ്ഞത്. അപ്പോൾ ഇവൾ പണ്ടത്തെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്, ഇവളെ ട്രീറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും മഹേഷ് എന്ത് പാവാന്നുള്ള രീതിയിലൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് മഹേഷ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പം രചന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ 2 കുട്ടികളുടെ അച്ഛനാണല്ലോ, എനിക്കിപ്പം അയാൾ ആരുമല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുകയാണ്. അപ്പം മഹേഷ് പറയുന്നു നീ നല്ലൊരു അമ്മയായിരുന്നെങ്കിൽ ചിപ്പിയെ വിട്ടു പോകുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഒരു മകൾക്ക് വേണ്ടത് അമ്മയാണ്, പക്ഷെ അവൾക്കിപ്പം നല്ലൊരു അമ്മയുണ്ട്, ഇഷിത അവളുടെ അമ്മ തന്നെയാണെന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. പക്ഷെ ആദ്യം നീ എന്നിൽ തന്നെ അകറ്റി അവൻ എന്നെ അച്ഛ എന്ന് വിളിച്ച് അല്ല ഡാഡി എന്ന് വിളിച്ച് വരുന്നത് കാണാനാണ് എനിക്കിഷ്ടം, ഒരിക്കലും അവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം രചന പറയുന്നു ഞാൻ അവൻ്റെ മനസ്സിൽ മുഴുവൻ മഹേഷിനുള്ള വെറുപ്പ് കുത്തി നിറച്ച് വെച്ചിരിക്കുക, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളതൊക്കെ പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അവിടെ ആകാശ് വരുന്നൊന്നുമില്ല. രചനയുടെ ഇത് ശരിയാകാൻ വേണ്ടി മഹേഷ് വെയിറ്റ് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്ന ഇഷിത റൂമിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുറത്ത് ആരോ വന്ന് കൂട്ടുന്നു. അപ്പോൾ ഇഷിത ചോദിക്കുന്ന ആരാന്ന്. അപ്പോൾ ചിപ്പിയായിരുന്നു, ചിപ്പി മോളാണെന്ന് പറയുന്നു. അങ്ങനെ ചിപ്പി ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്താ പറ്റി, അമ്മ പേടിച്ചിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവൾ തള്ളക്കോഴിയുടെയും കുഞ്ഞുങ്ങളുടെയും കഥയൊക്കെ പറയുന്നു. തള്ളക്കോഴി പോയി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്കാവും, അപ്പോൾ അവരെ റാഞ്ചാൻ വേണ്ടി കഴുകന്മാർ വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അതുപോലെ തന്നെയാണ് സ്ത്രീകളും നമ്മളെ കാത്തു സംരക്ഷിച്ചോ നമ്മുടെ കൂടെ ഇല്ലാതാവുമ്പോൾ നമ്മുടെ സ്ത്രീത്വത്തെ തന്നെ അവമാനിക്കുന്ന രീതിയിൽ പലരും വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ചിപ്പിയോട് പറയുകയാണ്. അങ്ങനെ ചിപ്പി ഇങ്ങനെ ഉറങ്ങുകയാണ്. വീണ്ടും രചനയും മഹേഷിനെയും കാണിക്കുകയാണ്. അപ്പോൾ രചന ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കും, മഹേഷ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹേഷും പെട്ടെന്ന് രചന എഴുന്നേറ്റപ്പോൾ ഇങ്ങനെ എണീറ്റ് നോക്കുന്നു, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ഡോക്ടർ വിളിക്കണമെന്നൊക്കെ ചോദിക്കുന്നു. അപ്പം രചന പറയുന്നു വേണ്ടെന്ന് പറയുന്നു. വെള്ളം വേണമെന്ന് ചോദിക്കുന്നു. അങ്ങനെ വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നു. അങ്ങനെ വീണ്ടും അവർ സംസാരിക്കുന്നു. അപ്പോഴാണ് മഹേഷിന് പെട്ടെന്ന് വീട്ടിൽ വിളിക്കണമെന്നോ ഇത് വരുന്നത്. അങ്ങനെ മഹേഷ് വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഇഷിത എടുക്കുന്നു. ഇഷിത ഭയങ്കര സങ്കടത്തിലാണ്, ഇഷിത കരയുന്നൊക്കെ ഉണ്ട്. അപ്പം മഹേഷ് ചോദിക്കുന്നത് എന്ത് പറ്റി, ഉറക്കത്തിലായിരുന്നു എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അവൾ കള്ളം പറയുന്നു, ഒന്ന് മയങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നു മഹേഷ് മിസ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പം മഹേഷും തിരിച്ചു പറയുന്നു എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ രചന കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് നാളെ കാണാം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്.
പിന്നീട് കാണിക്കുന്നത് മഹേഷ് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇഷിതയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പെട്ടെന്ന് തന്നെ വിനോദിനെ വിളിക്കുകയാണ്. വിനോദിനെ വിളിച്ചിട്ട് ഇഷിതയ്ക്ക് എന്തോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇഷിത ഈ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഫോട്ടോ ഫ്രെയിമിലേക്ക് നോക്കി മഹേഷിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ വിഷമങ്ങൾ പറയുകയാണ്. ആ സമയത്ത് തന്നെ മഹേഷും ആലോചിക്കുന്നു ഇഷിതയ്ക്ക് എന്തോ വിഷമമുണ്ടെന്നുള്ള രീതിയിൽ. അങ്ങനെ വിനോദിനെ വിളിച്ച് പറയുന്നു, ഇഷിതയെ ഫോൺ വിളിച്ചിട്ട് രാവിലെ കിട്ടുന്നില്ല, നീ ഒന്ന് പോയി അന്വേഷിക്കണം, ഇതൊക്കെ എന്തോ ഒരു വിഷമമുണ്ട്, അപ്പോൾ നീ എന്താന്ന് പോയി അന്വേഷിക്കണം, ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയരുതെന്നൊക്കെ പറയുന്നു. അപ്പം വിനോദ് പറയുന്നു, ഏട്ടൻ വിഷമിക്കേണ്ട, ഞാൻ പൊക്കോളാന്ന് പറയുന്നു. അങ്ങനെ പോകാൻ വേണ്ടി റെഡിയാകുവാണ്. പിന്നീട് കാണിക്കുന്നത് മഞ്ജിമയും വിനോദിനെയാണ്. അവർ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ മഞ്ജിമ ചോദിക്കുന്നു, ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് എന്നോട് പറയണമെന്ന് പറയുന്നു. അപ്പം മഞ്ജിമയെ അവൻ പാട്ടിലാക്കുകയാണ്, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്. അപ്പം മഞ്ജിമ ഇതെല്ലാം വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൽ വീണ്ടും കാണിക്കുന്നത് ഈ ഫുഡ് കഴിക്കുന്ന നേരത്ത് ഇഷിതയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. അപ്പോഴത്തേനും വിനോദ് വരുന്നു. വിനോദ് എടുത്ത് ഇഷിതയ്ക്ക് ഭക്ഷണം നീട്ടുകയാണ്. പിന്നീട് മഞ്ജിമേനെ പറഞ്ഞ് മനസ്സിലാക്കി കൈലാസം വരുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ പെട്ടെന്ന് തന്നെ മഹേഷ് എത്തുന്നു. അങ്ങനെ അവർ രണ്ടും തമ്മിലുള്ള പ്രണയ ആതുരമായ നിമിഷങ്ങളാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.